ചോറ്റാനിക്കരയിൽ അതിക്രമത്തിനിരയായ പോക്സോ അതിജീവിത മരിച്ച കേസിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തില്ല. പ്രതി അനൂപിന് യുവതിയെ കൊല്ലുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഷാൾ കഴുത്തിൽ കുരുക്കിയത് മസ്തിഷ്ക മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. യുവതിയുടെ മൃതദേഹം സംസ്കരിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു പിന്നാലെയാണ് യുവതി നേരിട്ട അതിക്രൂരമായ മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. മർദ്ദനത്തിൽ ശരീരമാസകലം മുറിപ്പാടുകളുണ്ട്. യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമത്തിനും ശ്രമമുണ്ടായി. കഴുത്തിൽ ഷോൾ കുരുക്കിയത് മസ്തിഷ്ക മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. പ്രതിക്ക് യുവതിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല. ക്രൂരമർദ്ദനത്തിന്റെ മനോവിഷമത്തിൽ യുവതി ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ പ്രതി താഴേക്കിടക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്നും കുറ്റകരമായ നരഹത്യ ചുമത്തുമെന്നുമാണ് ചോറ്റാനിക്കര പോലീസിന്റെ പ്രതികരണം. നേരത്തെ പ്രതിക്കെതിരെ വധശ്രമം, പീഡനമടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതിനിടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം യുവതിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് തൃപ്പൂണിത്തുറ നടമേൽ മാർത്താ മറിയം പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. മീഡിയ 1 കൊച്ചി.